ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ഞങ്ങൾ മഹർ എടുക്കാനാണ് ആദ്യം പോയിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത അന്ന് തന്നെ നമ്മൾ മഹർ എടുക്കാനൊക്കെ പോയി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മഹറൊക്കെ നോക്കി, പിന്നെ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും പെണ്ണുങ്ങളുടെ ഒരു പതിവാണല്ലോ ഓരോന്ന് നോക്കലൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ അന്ന് തന്നെ പോയി. പെരിന്തൽമണ്ണയ്ക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഇന്ന് കസിൻസും അമ്മായിമാരും എല്ലാവരും വീട്ടിലുണ്ട്. പിന്നെ ഇതുപോലൊരു ഒത്തുകൂടൽ എല്ലാവരും കൂടെ ഉണ്ടാവില്ല. കാരണം ഫിക്സ് ചെയ്ത് 8 ഡേയ്സേ ഉള്ളൂ നിക്കാഹിന്. അപ്പോൾ അതിനുള്ളിൽ എല്ലാം റെഡിയാക്കണം. അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ദുപ്പട്ട ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അതിനുള്ള ലേസ് കാര്യങ്ങളൊക്കെ നല്ലത് നോക്കി വാങ്ങിയതിന് ശേഷം പിന്നെ ബ്രൈഡിന് അന്നിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ പിറ്റേന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ നേരെ ബാങ്കിൽ പോയി ക്യാഷൊക്കെ എടുത്തിട്ട് നേരെ ഒരു ഫാൻസിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങി. റെൻ്റലിൻ്റെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ ഈ സാധനം കണ്ടങ്ങൾ അത് ഈ അത്തറൊക്കെ വെക്കുന്ന സ്ഥലത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ഊതിൻ്റെ പീസോ ഒരു മരത്തിൻ്റെ പോലെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ കസിൻ്റെ വിചാരം അതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു അത് പടക്കാണെന്ന്. അപ്പോൾ അങ്ങനെ ഓരോന്നും അവളെ പറഞ്ഞ് കളിയാക്കിയായിരുന്നു. പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഈ ഡെക്കോറിങ് ഐറ്റംസ് വാങ്ങണ ഷോപ്പിക്ക് വന്ന് അവിടുന്ന് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി. കാരണം ഹാമ്പർ, ട്രോളി, അതുപോലെ ബൊക്കെ ഒക്കെ റെഡിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവൾക്ക് കൊടുക്കാനുള്ള മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ എനിക്കുള്ള ഫാൻസി സാധനങ്ങൾ ഞാൻ അവിടുന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോം ബോർഡും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബില്ലൊക്കെ ചെയ്തു. പിന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ പിറ്റേ ദിവസമാണ് വേഗം സേവ് ദ ഡേറ്റിനുള്ള ആളെ വിളിച്ചൊക്കെ റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിക്കാഹിൻ്റെ 2 ദിവസം മുന്നേ പോയിട്ട് ഡ്രസ്സൊക്കെ കൊടുത്തു. അവൾക്കുള്ള അന്നിടാനുള്ള ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നിക്കാഹിൻ്റെ തലേന്ന് ഞങ്ങൾ മിഠായി കാര്യങ്ങളൊക്കെ ചെറിയൊരു കിജ് എന്ന് പറയും, എന്താ അതിന് പറയാമെന്നറിയില്ല. അപ്പോൾ അതുപോലെ റെഡിയാക്കിയിട്ട് അതിൽ നട്ട്സ് പിന്നെ അത് ഡേറ്റ്സ് മിഠായി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അത് സെറ്റാക്കി. പിന്നെ ട്രോളിയിലുള്ള ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ പാട്ടും പരിപാടികളൊക്കെ അത് അടിപൊളിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നിക്കാഹിൻ്റെ അന്നാണ് ഈ കാണിക്കുന്നത്. വേഗം ഞങ്ങളൊരു ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം എല്ലാവരുടെയും പ്രൈവസി നോക്കണമല്ലോ. പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ട് അവിടുന്ന് വേഗം റെഡിയാക്കിയിട്ട് ബ്രൈഡിൻ്റെ വീട്ടിൽ പോവാണ്. കാരണം ഒന്നിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവളുടെ വീട്ടിൽ ബ്രദറിൻ്റെ എൻട്രി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കൈ പിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറ്റി മഹറിടൽ, ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ ഹോളിലേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവളെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പെരുന്നാളിൻ്റെ പിറ്റേന്നുമാണ് നിക്കാഹ് കഴിഞ്ഞത്. പടക്കം പൊട്ടിക്കലൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞ പരിപാടിയും ഒക്കെ കൂടെ ഉഷാറായിരുന്നു, പടക്കം പൊട്ടിക്കലൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.